ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മിക്സി ഉപയോഗിച്ചിട്ട് ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ള ഫസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി വാനില എസൻസിന് പകരം ഞാൻ പൈനാപ്പിൾ എസൻസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം മുട്ടയുടെ മഞ്ഞയും ഓയിലും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് അടിച്ചു വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഇനി ഫ്ലോറൊക്കെ ഇട്ടെടുക്കുക. ഞാനൊരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ പേപ്പർ കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പം കപ്പിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു 6 കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ടോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ കപ്പ് കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടി. ഇപ്പോൾ ഇത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കപ്പ് കേക്കിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, വെറുതെ കുട്ടികൾക്കൊന്ന് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ക്രീം ഇല്ലാതെ കഴിക്കാനും ഈ ഒരു കപ്പ് കേക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മൊത്തം കേക്കിന് ഞാൻ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ബീറ്ററൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.